കുട്ടികളുടെ മൊബൈൽ അഡിക്ഷനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവരുടെ ഫോൺ അഡിക്ഷൻ കുറയ്ക്കാനും ഡോപ്പമിൻ ബേസ് ലൈൻ സംരക്ഷിക്കുവാനും ഒരു കുടുംബം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഇന്ന് പല കുട്ടികൾക്കും പഠനത്തിൽ ശ്രദ്ധ കിട്ടാത്തത് അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, അവരുടെ മസ്തിഷ്കം സ്ഥിരം ഹൈ സ്റ്റിമുലേഷന് അടിമപ്പെട്ടതുകൊണ്ടാണ്. ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ്, ഗെയിമിങ്, റീൽസ്, കോൺസ്റ്റന്റ് സ്ക്രോളിംഗ്, നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് ഇവയെല്ലാം കുഞ്ഞിൻ്റെ ബ്രെയിനിനെ ഇൻസ്റ്റന്റ് ഡോപ്പമിൻ സ്വീകരിക്കാനായിട്ട് പരിശീലിപ്പിക്കുകയാണ്. അതിനാൽ പുസ്തകം തുറക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ബ്രെയിൻ ചോദിക്കും, ഇതിൽ എക്സൈറ്റ്മെന്റ് എവിടെ? അടുത്ത അധ്യയന വർഷം നമുക്ക് മാർക്ക് മാത്രം ലക്ഷ്യമാക്കാതെ കുട്ടിയുടെ നെർവസ് സിസ്റ്റം ബാലൻസ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്ന് പഠിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ തരാം. അടുത്ത ദിവസങ്ങളിൽ ഓരോന്നിനും വിശദീകരണവും തരാം. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടിയുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ള മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മൾ മാറാതെ കണ്ട് നമ്മുടെ മക്കളെ മാറ്റാനാവില്ല. നമുക്ക് ഈ ഒരു കാര്യം സിലബസിൽ പഠിപ്പിക്കുന്നതല്ല. കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും മാതാപിതാക്കളുടെ ആശങ്കകളും മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഓവർ ചെയ്യുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ കുട്ടിക്ക് ഫോൺ കൊടുക്കരുത്. ബ്രെയിനിൻ്റെ നാച്ചുറൽ ഡോപ്പമിൻ റിതമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. എങ്ങനെയെന്ന് വിശദമായി അടുത്ത വീഡിയോകളിൽ പറഞ്ഞു തരുന്നതായിരിക്കും. വീട്ടിലൊരു സൈലൻറ്റ് മോർണിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം. TV വേണ്ട, വലിയ വലിയ റീൽസ് ഒന്നും കാണാനുള്ള അവസരങ്ങൾ വേണ്ട. എല്ലാ ദിവസവും അലോരസപ്പെടുത്തുന്ന വാക്കുകളോ ഒച്ചകളോ ബഹളങ്ങളോ ഒന്നും വീട്ടിൽ വേണ്ട. മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഡെയിലി സൺലൈറ്റ് എക്സ്പോഷറാണ്. അതായത് രാവിലെ എഴുന്നേറ്റ് സൺലൈറ്റ് ഒന്ന് കാണാൻ പറ്റുക, മുറ്റത്തുകൂടി ഒരു 5 മിനിറ്റ് നടക്കാൻ സാധിക്കുക. ഇത് മെല്ലെ മെല്ലെ നമ്മൾ ശീലിപ്പിച്ചാൽ കൃത്യമായി നമ്മുടെ കുഞ്ഞുങ്ങൾ അത് പാലിച്ചുകൊള്ളും. ഡോപ്പമിൻ ബാലൻസ് ചെയ്യുവാനായിട്ടുള്ള ഒരു നാച്ചുറൽ ഇംപ്രൂവിംഗ് സിസ്റ്റമാണിത്. മറ്റൊന്ന് ഫിസിക്കൽ മൂവ്മെൻറ്റ് നിർബന്ധമാക്കണം. കുഞ്ഞുങ്ങൾ സൈക്ലിംഗ്, റണ്ണിങ്, ഡാൻസിങ്, കളികൾ ഇതെല്ലാം പരിശീലിക്കണം. അവനവന് ഇഷ്ടമുള്ള ഒന്ന് മാത്രം, അത് നിരന്തരം ചെയ്യുക. അങ്ങനെ കളിക്കുകയാണെങ്കിൽ, അങ്ങനെ സൈക്ലിങ്ങും റണ്ണിങ്ങും ഡാൻസും ഒക്കെ കുട്ടികൾ പരിശീലിക്കുകയാണെങ്കിൽ കുട്ടിയുടെ ബ്രെയിൻ റീസെറ്റ് ചെയ്യും. പലപ്പോഴും ബോർഡം എന്നുള്ളൊരവസ്ഥയ്ക്ക് നമ്മളതിനെ ശത്രുവായിട്ടാണ് കാണുന്നത്. ബോറടിക്കുന്നത് ശത്രു അല്ല. കുട്ടിക്ക് അല്പസമയം ബോറടിക്കണം. ഒന്നും ചെയ്യാനുള്ള സമയം, ഒന്നും ചെയ്യാതിരിക്കാൻ കുറച്ച് സമയം കുട്ടിക്ക് പറ്റണം. എനിക്ക് ബോറടിച്ചു എന്ന് കുട്ടി പറയണം. അപ്പോഴാണ് ശരിക്കുള്ള ക്രിയേറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. നമ്മുടെ ഉള്ളിലെ ക്രിയേറ്റിവിറ്റി ആക്ടിവേറ്റ് ചെയ്യുന്നത് ശരിക്കും കുട്ടി ബോറടിക്കുമ്പോഴാണ്. മറ്റൊന്ന്, കുട്ടിയുടെ ആഹാരം. ഓവറായിട്ട് ഷുഗർ ഉള്ളത് കൊടുക്കണ്ട, പ്രോസസ്ഡ് ഫുഡ് കൊടുക്കണ്ട, മൂഡ് സ്വിങ് ഉണ്ടാക്കുന്നതൊന്നും കുട്ടിക്ക് കൊടുക്കണ്ട. ഈസി ആയിട്ട് ഡോപ്പമിൻ കിട്ടുന്ന ഫുഡുകളും തൽക്കാലം ഒന്ന് മാറ്റി വയ്ക്കുക. കുട്ടി അല്പം പ്രയത്നിച്ചിട്ട് ഡോപ്പമിൻ ഉണ്ടാക്കിയെടുക്കട്ടെ. അതല്ലേ ഹാപ്പി ഹോർമോൺ. അടുത്തത്, ഫാമിലിയുടെ ആ ഒരു ഫീല് കിട്ടണം കുട്ടിക്ക്. അതുകൊണ്ട് തന്നെ ഫാമിലി ടൈം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സ്ക്രീനിൽ നിന്ന് കിട്ടുന്ന സ്റ്റിമുലേഷൻ അല്ല പ്രധാനം. അതിനപ്പുറത്ത് ഹ്യൂമൻ കണക്ഷനാണ് പ്രധാനം. അത് നമ്മൾ മാതാപിതാക്കളും കുട്ടികളും ഒരുപോലെ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെയാണ് നമുക്ക് കുട്ടികളുടെ സ്ക്രീൻ ടൈം മാറ്റാൻ പറ്റുന്നത്. അടുത്തത് റീഡിംഗ് കോർണറാണ്. കുട്ടിക്ക് സ്വന്തമായിട്ടൊരു റീഡിംഗ് കോർണർ കുട്ടി പഠിക്കാനിരിക്കുന്ന ടേബിളിനടുത്ത് തന്നെ സജ്ജമാക്കി വെക്കുക. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. മറ്റൊന്ന്, കുട്ടിയുടെ ഉറക്കത്തിൻ്റെ ആ സൈക്കിള് കറക്റ്റാക്കുക. ഞാൻ എപ്പോഴും പറയാറില്ലേ, ബയോളജിക്കൽ ക്ലോക്ക്, സിർക്കേഡിയം റിതം അനുസരിച്ചാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം
ഏറ്റവും മെച്ചപ്പെടുത്താൻ സാധിക്കുക എന്ന്. ആ റിതം അനുസരിച്ച് കുട്ടിയുടെ ഉറക്കത്തെ ക്രമീകരിക്കുക. ചിലപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരും അതിനനുസരിച്ച് കിടന്നുറങ്ങേണ്ടി വരും. എന്നാലെന്താ, നമ്മുടെ കുട്ടി മാറുമെങ്കിൽ ചെയ്തുകൂടെ? മറ്റൊന്ന്, 1 സ്കിൽ പ്രാക്ടീസ് ഡെയിലി. അതിനാണ് നമ്മൾ നമ്മളുടെ ഗ്രൂപ്പുകളിൽ മണ്ഡല പെയിൻറ്റിങ് കൊടുക്കുന്നത്. ഗാർഡനിങ് ആവാം, മ്യൂസിക് ആവാം, ഡ്രോയിങ് ആവാം, എന്തുമാവാം. പക്ഷേ നിരന്തരം എന്നും ഒരേ സമയം ചെയ്യാനൊരു കാര്യം വേണം. അത് രാവിലെയും വേണം, വൈകുന്നേരവും വേണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് സ്റ്റഡി ഫോക്കസ് മണ്ഡല രാവിലെ കൃത്യസമയത്ത് കൊടുക്കും, ഒരു 7 മിനിറ്റ്, വൈകുന്നേരവും അതുപോലെ തന്നെ. മറ്റൊന്ന്, പേരൻസ് സ്വന്തം ഫോണിൻ്റെ യൂസേജ് ശ്രദ്ധിക്കണം. കുട്ടികളോട് ഫോൺ എടുക്കരുത് എന്ന് പറയുന്നതിന് മുൻപ് പേരൻസ് എത്ര സമയം ഫോൺ ഉപയോഗിക്കുന്നുണ്ട് എന്ന് സ്വയം ബോധ്യപ്പെടുക, സ്വയം തിരുത്തുക. നമ്മൾ ഫോൺ എടുത്ത് ഉപയോഗിച്ചിട്ട് കുട്ടിയോട് ഫോൺ എടുക്കരുതെന്ന് പറയാൻ നമുക്ക് അവകാശമുണ്ടോ? മറ്റൊന്ന്, റിവാർഡ് സിസ്റ്റം. ഇന്ന് ഒരു 20 മിനിറ്റ് നീ പഠനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുവെങ്കിൽ നിനക്കൊരു ചെറിയ ഗിഫ്റ്റ് തരാം. അതൊരു ചെറിയ പെന്നാവാം, ഒരു ചോക്ലേറ്റ് ആവാം, എന്തുമാവാം. കുട്ടിക്ക് അതൊരുപാട് സന്തോഷമാകും. അതല്ല, കുട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് സൂപ്പർ എന്നൊന്ന് പറഞ്ഞാലോ, ആ ഹഗ്ഗിന് വേറെയാ ശക്തി. അടുത്തത്, സ്റ്റഡി എന്നത് പണിഷ്മെൻ്റ് ആണെന്നാണ് മിക്ക കുട്ടികളും കണക്കാക്കുന്നത്. പഠനം എന്നത് ഒരു പണിഷ്മെൻ്റ് ആണെന്ന്. അത് നമുക്കൊന്ന് മാറ്റാം. പഠനമെന്നത് ഒരു ആഘോഷമാണ്. ലേണിംഗ് മീനിങ് ഫുൾ ആയാൽ പഠനം ആഘോഷമാകും, അത് ഭയം ഉണ്ടാക്കില്ല. അടുത്തത്, ആഴ്ചയിലൊന്ന് നോ സ്ക്രീൻ ഈവനിങ്. ഫാമിലി എല്ലാവരും കൂടി ഫോണൊക്കെ വീട്ടിൽ വെച്ചിട്ട് വെളിയിലേക്കൊന്ന് പോയാലോ? ഫാമിലിയിൽ എല്ലാവരും കൂടി കഥകൾ പറഞ്ഞിരുന്നാലോ മുറ്റത്തിറങ്ങിയിട്ട്? ഇതൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ പ്രായോഗികമാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പല അമ്മമാരും പറയുന്നത്, എനിക്ക് ജോലി തീർന്നിട്ട് ഒന്നിനും നേരമില്ലെന്നാണ്. നേരമില്ല എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ മാനേജ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടാണ്. സെൽഫ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ടൈം മാനേജ്മെൻറ്റ്. ആദ്യം ചെയ്യേണ്ടത് കുട്ടിയുടെ നെർവസ് സിസ്റ്റം കാമാക്കുക. കാമായിട്ടുള്ള ഒരു തലച്ചോറിലെ കുട്ടിക്ക് ഗോളിലേക്ക് ഫോക്കസ് ചെയ്യുവാനുള്ള ആശയങ്ങൾ വരികയുള്ളൂ. നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഒരാശയവും കുട്ടിയിൽ വർക്ക് ചെയ്യില്ല. കാരണം കുട്ടി കുട്ടിയാണ്, കുട്ടി യുണീക്കാണ്. ആ കുട്ടിയുടെ ഉള്ളിലെ ആശയങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ കുട്ടിക്ക് ഗോളിലേക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഒരു ഗോൾ വേണമെന്ന് തോന്നുകയുള്ളൂ. ഓർമ്മിക്കുക, ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിസിപ്ലിൻ്റെ മാത്രം പ്രശ്നമല്ല. അത് നെർവസ് സിസ്റ്റത്തിൻ്റെ ഓവർലോഡ് കാണിക്കുന്ന ഒരു സിംറ്റമാണ്. കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് കുട്ടി ജീവിക്കുന്ന അറ്റ്മോസ്ഫിയറാണ് നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടത്. അടുത്ത അധ്യയന വർഷം പഠനം ഭയമാകാതെ, പഠനം സന്തോഷമാകുന്ന ഒരു വീട് അന്തരീക്ഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ വിചാരിച്ചാൽ മതി നമ്മളുടെ കുട്ടിയുടെ വിജയത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമെന്ന് കൂടി ആലോചിക്കാൻ. കുട്ടികളുമായിട്ട് ചേർന്ന് നിന്ന് ആലോചിച്ച് ഒരു കുടുംബത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൻ്റെ തത്വം ഇങ്ങനെയാണ്: ആദ്യം കുടുംബത്തിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക, അത് കഴിഞ്ഞ് ഒരു ചെറിയ കാര്യം പഠിക്കുക, ആ ചെറിയ കാര്യം അന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക, അതിലൊരു ചെറിയ ആക്ഷൻ എടുക്കുക, അതിൻ്റെ റിസൾട്ട് രാത്രിയിൽ ആഘോഷിച്ചുകൊണ്ട് നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക. ഇത്രയും ചെയ്താൽ മതി. നമ്മുടെ കുഞ്ഞുങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു പൊക്കോളും. നമ്മൾ ലെറ്റ്യൂഡിൻ്റെ 2ാമത്തെ ലേണിംഗ് ഫെസ്റ്റിവലാണ് 17-ാം തീയതി മുതൽ ആരംഭിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നാളെ 13/5/2026 ചങ്ങനാശ്ശേരി ബ്രീസ്ലാൻഡ് ഹോട്ടലിൽ വെച്ച് രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് കാരണം കുഞ്ഞുങ്ങൾ പ്രശ്നത്തിലേക്ക് പോകുന്നു, കുഞ്ഞുങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നത് ശരിയായിട്ടല്ല എന്നൊക്കെ നമ്മൾ പരാതികൾ പറയുമ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പലപ്പോഴും കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാറില്ല. ഞാൻ എപ്പോഴും
കുട്ടികളുടെ ഭാഗത്തു നിന്നാണ് ചിന്തിക്കുന്നത്. അവിടെ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ വീട്ടിൽ വരുത്തിക്കൊണ്ട് തിരുത്തലുകൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ദേ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവർക്കിങ്ങനെ ചെയ്തു കൊടുത്തപ്പോൾ അവർക്ക് എന്തുമാത്രം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് ഞങ്ങൾ നാളെ ആഘോഷിക്കാൻ പോകുന്നതും. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവട്ടെ. ഞങ്ങളെ അനുഗ്രഹിക്കൂ. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു. നമുക്കൊന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഓരോ ദിവസവും ഒരു പോയിൻ്റ് വെച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നിങ്ങൾക്ക് സ്വാഗതം. താങ്ക് യു, ലവ് യു, ബ്ലെസ് യു.